നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ നിധി എന്നിൽ നിന്നും അവനെ അകറ്റിയെടുത്തു. ഏട്ടൻ അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. ഗൗതം ഒരു പ്രോജക്റ്റ് തുടങ്ങിയാലും എന്തിനിറങ്ങി പുറപ്പെട്ടാലും എന്റെ അഭിപ്രായം ചോദിക്കുമായിരുന്നു, അനുഗ്രഹം വാങ്ങിക്കുമായിരുന്നു. എന്റെ പേരിലായിരുന്നു ഒക്കെയും തുടങ്ങുന്നത്. അതാണ് രാശി എന്ന് അവൻ ആവർത്തിച്ചു പറയുമായിരുന്നു. ശരിയല്ലേ ഏട്ടാ? ശരിയാണ്. അത് മാത്രമല്ല, നീ തന്നെയാണ് ജീവിതത്തിലും ബിസിനസ്സിലും എല്ലാം ഗൗതമിനെ കൈപിടിച്ച് ഉയരങ്ങളിൽ എത്തിച്ചത്. അവന്റെ വിജയങ്ങൾക്ക് പിന്നിൽ വസുന്ധരയാണെന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. ഞാനും അത് അംഗീകരിക്കുന്നു. അംഗീകരിച്ചിട്ട് എന്താ ഏട്ടാ കാര്യം? അവനിപ്പോ ആളാകെ മാറിപ്പോയില്ലേ? അവനൊന്നും മാറിയിട്ടില്ല വസു. അവനെ മനസ്സിലാക്കിയതിൽ വസുവിന് തെറ്റുപറ്റിയെന്നേ ഞാൻ പറയുള്ളൂ. ഗൗതം അറിഞ്ഞുകൊണ്ട് എന്നെ തള്ളിക്കളയില്ല, അതിനവനാവില്ല. പക്ഷേ ഏട്ടാ, ചിലർക്കൊക്കെ അവനെ മാറ്റിയെടുക്കാൻ പറ്റും. മാറ്റിയെടുക്കാൻ പറ്റുമെന്നല്ല, മാറ്റിയെടുത്തു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ജപ്പാൻ കമ്പനിയുടെ പുതിയ പ്രോജക്റ്റ് നിധിയുടെ പേരിലാണ് തുടങ്ങാൻ പോകുന്നത്. എന്തിന്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ പ്രോജക്റ്റ് എന്റെ പേരിൽ തുടങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല. ഈ കുടുംബത്തിലെ ആരുടെ പേരിലോ തുടങ്ങട്ടെ, സന്തോഷത്തോടെ ഞാനത് അംഗീകരിക്കാം. പക്ഷേ മറ്റൊരു കുടുംബത്തിൽ നിന്നും ഇന്നലെ ഇവിടേക്ക് വന്നു കയറിയ നിധിയുടെ പേരിൽ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാ ആരായി നിധി? എടാ, എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നതേയില്ല. അങ്ങനെയൊന്നും പറയല്ലേ വസു. നിധി ഇപ്പോ നമ്മുടെ ഗൗതമിന്റെ ഭാര്യയാണ്, ഈ കുടുംബത്തിൽ അംഗമാണ്. അതിൻ്റെതായ അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ആ പെൺകുട്ടിക്കും ഇല്ലേ? ഏട്ടന് വാക്കാൽ ഇങ്ങനെയൊക്കെ പറയാം, പക്ഷെ പുറത്തുനിന്ന് നോക്കി കാണുന്നവര് ഇതിനെങ്ങനെയാ ഏട്ടാ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ വരെ ഏതൊരു പുതിയ പ്രോജക്റ്റും തുടങ്ങിയിരുന്നത് എന്റെ പേരിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചതും പുതിയ പ്രോജക്റ്റ് ഭാര്യയുടെ പേരിൽ തുടങ്ങിയെന്ന് പറയുമ്പോ എന്നെ തള്ളിക്കളഞ്ഞു എന്നല്ലേ ആളുകൾ ചിന്തിക്കും? ഇതെന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. മറ്റുള്ളവർ ഇതേക്കുറിച്ച് എന്നോട് ചോദിച്ചാ അവർക്ക് മുന്നിൽ ഉത്തരം മുട്ടി വായി മൂടി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന ഒരു കളിക്ക് ഞാൻ നിൽക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ കുടുംബത്തിലെ ആരുടെ പേരിൽ വേണമെങ്കിലും ആ പ്രോജക്റ്റ് തുടങ്ങിക്കോട്ടെ. ഏട്ടത്തിയുടെ പേരിലാവാറുന്നില്ലേ? എന്നോട് ചോദിക്കുന്നവരോട് മറുപടി പറയാൻ ഞാൻ എന്റെ നാവ് തിരയേണ്ട ഗതികേട് അപ്പം ഉണ്ടാവില്ലല്ലോ. പക്ഷേ അത് നിധിയുടെ പേരിലായാൽ എനിക്ക് വോയിസ് ഇല്ലാതെ ആയി പോവും. ഇതൊന്നും എനിക്ക് ഗൗതമിനോട് പോയി പറയാൻ പറ്റില്ല ഏട്ടാ. പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. അതിന് കഴിയുന്ന ഒരേ ഒരാളെ ഏട്ടനാണ്. അവനോട് ഏട്ടൻ പോയെന്ന് സംസാരിക്കണം. ഇതൊരു വലിയ പ്രോജക്റ്റാണ്. അതൊരു വൻ വിജയമാക്കണമെന്ന് എനിക്കും അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ശരി, ഞാനന്ന് ഗൗതമായിട്ട് സംസാരിക്കാം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. നീ വന്ന് ഭക്ഷണം കഴിക്ക്. വാ. ഇല്ല ഏട്ടാ, എനിക്ക് വേണ്ട. ഏട്ടൻ ഗൗതവുമായിട്ട് സംസാരിക്കണം. വസുന്ധരയായിരിക്കും ഈ പ്രോജക്റ്റ് ഹെഡെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കണം. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കുകയില്ല, ഒരാളോടും മിണ്ടുകയില്ല. പക്ഷേ വസു, നീ വളർത്തിയ നിന്റെ മകനല്ലേ ഗൗതം, അവനോടാണോ ഇത്രയും വാശി? ആ, അവൻ എന്റെ മകനായതുകൊണ്ട് തന്നെയാ ഞാൻ ഈ വാശി കാണിക്കുന്നത്. എനിക്കവനെ തോൽവിയിലേക്കോ അപമാനത്തിലേക്കും തള്ളിവിടാനാവില്ല ഏട്ടാ. ഞാൻ പറഞ്ഞില്ലേ, സംസാരിക്കാൻ ഞാൻ അവനോട്. നീ വന്ന് ഭക്ഷണം കഴിക്ക്. വാ. നോക്കേട്ടാ, എന്റെ വാശി എത്രത്തോളം ഉണ്ടെന്ന് ഏട്ടന് നന്നായിട്ടറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കണം, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. തൽക്കാലം എന്നെ ഒന്ന് തനിച്ച് വിടേട്ടാ, പ്ലീസ്.
അമ്പലത്തിലേക്കൊന്നും പറഞ്ഞു പോയിട്ട് എത്ര നേരമായി ശിവാനി? ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ ഒരു ഫ്രണ്ടിനെ കാണണമെന്ന്? അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അവളുടെ വീട്ടിലും കേറിയിട്ടാ ഞാൻ വരുന്നേ. അല്ല, അമ്മ ഇതെവിടെ പോവാനാ ഒരുങ്ങുന്നേ? അപ്പൊ നീ കല്യാണത്തിന് വരുന്നില്ലേ? ആരുടെ കല്യാണം? കൊള്ളാം. എടി, ഇന്നല്ലേ ആ രേവതിയുടെ കല്യാണം. ഒന്നുമില്ലെങ്കിലും നിന്റെ കൂടെ പഠിച്ചല്ലേ അവള്. ഒന്ന് പോകാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. ഓ, ഇന്നലെ ഒന്ന് ഓർമ്മിപ്പിച്ചായിരുന്നെങ്കിൽ ഇന്ന് പോവായിരുന്നു. ഇനി എനിക്കൊന്നും വയ്യ കല്യാണത്തിലും ഓഡിറ്റോറിയത്തിലൊന്നും പോവാൻ. 12:30 താലികെട്ട്. വരുന്നുണ്ടെങ്കി വാ. എന്തായാലും എനിക്ക് തല കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ വരുന്നില്ല. അമ്മ തനിച്ചങ്ങ് പോയാ മതി. ഓ, വരുന്നില്ലെങ്കി വരണ്ട. ആർക്കാ നിർബന്ധം? ദൈവമേ, കല്യാണത്തിന് പോകുമ്പോ ഇട്ടോണ്ട് പോവാനായി അമ്മ ഇപ്പൊ ആഭരണം നോക്കുമല്ലോ. ആഭരണങ്ങൾ നഷ്ടപ്പെട്ട കാര്യം അമ്മ ഇപ്പൊ തന്നെ അറിയും. ഇവിടെ ഇപ്പൊ ബഹളമാവും. ഊഫ്. കാണുന്നില്ലല്ലോ. ശിവാനി, ശിവാനി, എടി, ഞാൻ ഇവിടെ വെച്ചിരുന്ന വളയും മാലയും നെക്ലസ് ഒന്നും കാണുന്നില്ല. ആരോ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് അവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അമ്മ നന്നായിട്ടൊന്ന് നോക്ക്. ഇല്ല, ഞാൻ ഈ ബോക്സിനകത്ത് തന്നെയാ വെച്ചോണ്ടിരുന്നേ. ഇപ്പൊ ഒന്നും കാണുന്നില്ല. അമ്മ ഒന്നുകൂടെ ഒന്ന് നോക്കി. ഇവിടുന്ന് ആഭരണങ്ങളൊക്കെ ആരെടുത്തിട്ട് പോവാനാ? അമ്മ എവിടെയെങ്കിലും മാറി വെച്ചതായിരിക്കും. അല്ലെന്ന്, ഇന്നലെ ഞാൻ എടുത്തു നോക്കിയിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചതല്ലേ. ഉയ്യോ, ഇതൊക്കെ എവിടെ പോയി? ആരായിരിക്കും എടുത്തേ? എന്തായാലും കള്ളനൊന്നും കേറിയിട്ടില്ല. അപ്പൊ പിന്നെ എടുത്തത് ഈ വീട്ടിലുള്ളവര് തന്നെയായിരിക്കും. നീ വന്നേ. ചന്ദ്രി, ഒന്ന് നിന്നേ. എന്റെ അലമാരയിൽ ഇരുന്ന കുറച്ച് ആഭരണങ്ങൾ കാണുന്നില്ലല്ലോ. ആഭരണങ്ങൾ കാണാനില്ലെന്നോ? അങ്ങനെ തന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. കുറച്ച് വളകള്, 2 മാല, ഒരു നെക്ലസ്, ഇത്രയാ കാണാതായിരിക്കുന്നെ. അതെവിടെ പോവാൻ? ഏട്ടത്തേക്ക് വെച്ച സ്ഥലം ചിലപ്പോ മാറിപ്പോയതായിരിക്കും. ഒന്നുകൂടെ നോക്കിയേ. എനിക്കങ്ങനെ ഓർമ്മക്കുറവൊന്നുമില്ല. ചന്ദ്രിക എങ്ങാനോ അത് എടുത്തോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ എടുക്കാനോ? എന്തിനെ? ഞാൻ എന്തിനാ എടുത്തി അതെടുക്കുന്നത്? ഏട്ടത്തി തന്നെ അവിടെ പോയി നന്നായി ഒന്ന് നോക്ക്. ഞാൻ വെച്ചത് എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആരും അവിടെ നിന്ന് എടുക്കാണ്ട് കാണാതെ പോകത്തൊന്നുമില്ലല്ലോ. എനിക്കറിയേണ്ടത് ചന്ദ്രിക അത് എടുത്തോ ഇല്ലയോന്നാ. ഇല്ല എടുത്തി, ഞാൻ എടുത്തിട്ടില്ല. എങ്കിൽ പിന്നെ അവനായിരിക്കും മോഷ്ടിച്ചത്. നിഖിൽ.